ഞങ്ങളിപ്പോൾ കൊറത്തിയാട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. വേൾഡ് കപ്പ് ആവേശവുമായി നാട് മുന്നേറുമ്പോൾ പന്തളം മൈക്രോ കോളേജുമായി ഞങ്ങളും എത്തുന്നു ഹിറ്റ് യുവർ ഫ്യൂച്ചർ ചലഞ്ചുമായി നമ്മുടെ നാട്ടിൽ. ഒരൊറ്റ ചോദ്യം, ചെറിയൊരു ഗോള്, നേടാം കൈനിറയെ സമ്മാനങ്ങൾ. അപ്പോൾ തുടങ്ങിയാലോ? നമ്മളിപ്പോൾ പന്തളം മൈക്രോ കോളേജ് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ബേസ് ആണ് നമ്മളിവിടെ കൊറത്തിയാട് ജംഗ്ഷനിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് മാച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ അതിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഒപ്പം ഗോൾ അടിച്ച് നമുക്ക് സമ്മാനം നേടാം. അപ്പം ഞാൻ ചോദ്യം ചോദിക്കട്ടെ, പേരെന്താ? ചന്ദ്രശേഖരൻ. അപ്പൊ ചന്ദ്രൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഇപ്പം ഈ ഒരു ജംഗ്ഷനിലുള്ളത്. പുള്ളിയോടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടറിൽ വൈറസ് വന്നു കഴിഞ്ഞാൽ അത് തടയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഫയർവാൾ ഉണ്ട്, ആന്റിവൈറസ് ഉണ്ട്, സ്കാനർ ഉണ്ട്. ഇതിൽ ഏതെടുക്കാം? സ്കാനർ. ഓപ്ഷൻ തെറ്റിപ്പോയി കേട്ടോ, ആൻസർ തെറ്റിപ്പോയി. ആന്റിവൈറസ് ആണ് ഉപയോഗിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ? ഗോപു. ഫുട്ബോൾ വേൾഡ് കപ്പിൽ 2022 വിജയികൾ ആരാന്നറിയോ? 2022 വിജയിച്ചവര്. ഓപ്ഷൻ ഫ്രാൻസ് ഉണ്ട്, അർജന്റീന ഉണ്ട്. അർജന്റീന. ഓക്കെ, കറക്റ്റ്. പേരെന്താ? എബ്രഹാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നമ്മുടെ ഫുട്ബോൾ മാച്ച് നടക്കുമ്പം അതിന്റെ ഒരു സാധാരണ സമയം എത്രയാ? മാച്ചിന്റെ സാധാരണ സമയം അറിയാമോ? അത് പല മാച്ചിനും പല രീതിയാവും. ഇപ്പം വേൾഡ് കപ്പിന് 1:20 ഉണ്ട്, അല്ലാത്തതിന് 1:90 അങ്ങനെ. ഇപ്പം ഏത് മാച്ചാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? സാധാരണയാണെങ്കിൽ 60. ഉത്തരം തെറ്റിപ്പോയി. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയ രാജ്യം ബ്രസീലുണ്ട്, ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്. ഓപ്ഷൻസ് ബ്രസീലുണ്ട്, ഇറ്റലി ഉണ്ട്, ബ്രസീലാ. നോക്കിയാ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഫുട്ബോൾ വേൾഡ് കപ്പ് എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് അറിയാമോ? 5 വർഷം. റൊണാൾഡോയെ അറിയില്ലേ? റൊണാൾഡോ ഏത് രാജ്യത്തിന്റെ കളിക്കാരനാ? ആഹാ, വിളിക്കാണല്ലോ. അപ്പൊ നമുക്ക് ഗോൾ അടിച്ച് സമ്മാനം നേടിയാലോ? പോവാം. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് എന്താ? CPU. കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഗോൾ അടിക്കാം. ചേട്ടാ, പന്തളം മൈക്രോ കോളേജ് അവതരിപ്പിക്കുന്ന ഹിറ്റ് യുവർ ഫ്യൂച്ചർ എന്നൊരു ചലഞ്ചാണ് നമ്മളിവിടെ നടത്തുന്നത്. നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പുമായിട്ട് അനുബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിന് ആൻസർ ചെയ്തിട്ട് ആ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഗോൾ അടിക്കാം. ഗോൾ അടിച്ച് സമ്മാനം നേടാം. അപ്പൊ ഞാനിപ്പോൾ ചോദ്യം ചോദിക്കട്ടെ? കീബോർഡിലെ ഏറ്റവും നീളമുള്ള കീ ഏതാ? സ്പേസ് കീ. കറക്റ്റ് ആണ്. അപ്പൊ ഗോൾ അടിച്ചാലോ? അപ്പൊ നമ്മുടെ കൊറത്തിയാട് ബേസ് ചെയ്ത് നടത്തിയ ചലഞ്ചിൽ നമ്മുടെ ഇപ്പൊ വിജയായിട്ടുള്ളത് ജസ്നയാണ്. അപ്പൊ ജസ്നയ്ക്കുള്ള ഗിഫ്റ്റ് ഇതാ സുകന്യ ഹാൻഡ് ഓവർ ചെയ്യുന്നു. പന്തളം മൈക്രോ കോളേജ് ആണ് ഈ ഒരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അറിഞ്ഞോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ ITIയിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ NCVT നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ ITI. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ നിങ്ങളും സ്വപ്നതുല്യമായ ജോലി കരസ്ഥമാക്കൂ. കോഴ്സ് പൂർത്തിയായാലുടൻ ജോലി ലഭിക്കുന്ന യുവജനങ്ങളുടെ ഇഷ്ട തൊഴിലധിഷ്ഠിത കോഴ്സുകളായ AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, CCTV ടെക്നീഷ്യൻ, അലൂമിനിയം ഫാബ്രിക്കേഷൻ, എക്സ്റേ വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ 1. മൈക്രോ ITI പന്തളം. മൈക്രോ, the sign of success.